പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ 10ാമത് മണിമുഴക്കം കലാഭവൻ മണി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വ്യത്യസ്ത മേഖലകളിൽ സുത്യർഹമായ സേവനം ചെയ്തുവരുന്ന 8 പേർക്കാണ് ഇത്തവണ അവാർഡ് നൽകുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മാർച്ച് 6-ന് പുരസ്കാരങ്ങൾ സമർപ്പിക്കും. ഞങ്ങളുടെ ഒരു സങ്കടം, പാട്ടുകൂട്ടത്തിന്റെ ഒരു സങ്കടം, കലാഭവൻ മണിക്ക് ഇതുവരെ ഭാരത സർക്കാരിന്റെ ബഹുമതിയോ പത്മ പുരസ്കാരങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. മറ്റു കേന്ദ്രങ്ങളൊന്നും കലാഭവൻ മണിയെ അത്തരം അവാർഡിലേക്ക് ശുപാർശ ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നാൽ പാട്ടുകൂട്ടത്തിന്റെ അടുത്ത നീക്കമാണ് കലാഭവൻ മണിക്ക് പത്മ പുരസ്കാരങ്ങൾ, പത്മ ബഹുമതി ലഭിക്കാനുള്ള നടപടികളാണെന്ന്. കലാ സാംസ്കാരിക മേഖലയിൽ എം പ്രദീപ് കുമാർ പയ്യന്നൂർ, പത്രമാധ്യമ മേഖലയിൽ KP സജീവൻ കോഴിക്കോട്, നാടോടി വാദ്യത്തിൽ രജീഷ് കുറ്റിയാടി, മാപ്പിള കലകളിൽ സവിത നൂറുദ്ദീൻ, ഗോത്രകലയിൽ ശോഭ പഴനിസ്വാമി, നാടൻപാട്ടിൽ റിജു ഗോത്ര, ശബ്ദകലയിൽ ബിജു വി ജോർജ് പാത്തിപ്പാറ, ശാസ്ത്രീയ നൃത്തത്തിൽ സുജിന വടകര എന്നിവരാണ് പാട്ടുകൂട്ടം മണിമുഴക്കം കലാഭവൻ മണി പുരസ്കാരത്തിന് അർഹരായവർ. ഫലകവും പ്രശസ്തി പത്രവും 10,001 രൂപയും അടങ്ങുന്നതാണ് മണിമുഴക്കം പുരസ്കാരം. മാർച്ച് 6-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന മണിമുഴക്കം പരിപാടി മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജൂറി ചെയർമാൻ വിൽസൺ സാമുവൽ, കൺവീനർ കാനേഷ് പൂനൂർ, പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര, പ്രോഗ്രാം കോർഡിനേറ്റർ വിജു വി രാഘവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ. ചായ വിളി തുടങ്ങി. ഉഷ ചായ. ഉഷ എവിടെ ഇല്ല.